ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, പ്രിയപ്പെട്ട അച്ഛന്മാരോടും നിങ്ങളോടെല്ലാവരോടും ചേർന്ന് ഇന്ന് ഈ ദേവാലയത്തിൽ ദൈവത്തെ ആരാധിപ്പാനായിട്ട് ലഭിച്ചിരിക്കുന്ന അവസരത്തെ ഓർത്ത് ഞാൻ സന്തോഷിക്കുകയും വേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്തതായുള്ള വികാരിയച്ഛനെയും ഇടവക ചുമതലക്കാരെയും ഗായക സംഘാംഗങ്ങളെയും എൻ്റെ സ്നേഹവും കൃതജ്ഞതയും ഈ അവസരം അറിയിക്കുന്നു. ഇടവകയെ പ്രതിനിധീകരിച്ച് അച്ഛൻ പറഞ്ഞതായുള്ള നല്ല വാക്കുകൾക്ക് നന്ദി. കഴിഞ്ഞ രാത്രിയിലാണ് ഞാൻ എത്തിച്ചേർന്നത്. എന്നെ അതിശയിപ്പിച്ചതായുള്ളൊരു സംഗതി, മിഡ് നൈറ്റ് ആയിരുന്നെങ്കിൽ തന്നെയും ഇടവകയിലെ എല്ലാ ഭാരവാഹികളും ഗായക സംഘാംഗങ്ങളും ഒക്കെ അവിടെ സന്നിഹിതരായിരുന്നു എന്നതാണ്. തുടർന്ന് ഈ രാവിലെ സമയത്തുള്ള ആരാധനയിൽ വന്നു ചേരുവാൻ്റെ കോണം എല്ലാവരും പ്രത്യേകമായിട്ട് താല്പര്യപ്പെട്ടതിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. അച്ഛൻ പറഞ്ഞ പോലെ വീണ്ടും ഈ ഇടവകയിൽ വരുവാനായിട്ട് ഇടയായിട്ട് തീർന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. I want to have a word with the children over here. Are you listening? All the children who come to the Sunday school over here. I know that you are active. Your parents are sending you to the Sunday school, and you are here with the Sunday school teachers. One of the things that you may not understand is that because the curtain is here, the celebrant and all the achans assemble in the Madhabaha 30 minutes early. When I came over here, the sanctuary was quite noisy. Why? If you discipline yourself, you can keep yourself silent. I think you are coming to the Sunday school to teach, to learn lessons from the teachers. If so, you should be listening to what is being taught in the class, not talking each other. 30 minutes early, Achans assemble here for the prayer, preparatory prayer called Tuyaba. And when they are praying, they should concentrate on the prayer and also should be able to pray sincerely before God. I hope all the children will understand this and will discipline yourself from next Sunday onwards. ഇന്ന് പെന്തക്കോസ്ത് ദിനമാണ്, the day of Pentecost, and also the Environment Day. The church is celebrating both together. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മളുടെയൊക്കെ ചിന്തകൾ വളരെ വിഭിന്നമായിട്ടുള്ള ചിന്തകളാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ചില പ്രിലിമിനറി കാര്യങ്ങൾ ഏവരോടും പറയേണ്ടതായിട്ടുണ്ട്. വേദപുസ്തകം നാം വായിക്കുന്ന അവസരത്തിൽ ഉയർത്തെഴുന്നേറ്റതായുള്ള കർത്താവ് യഹൂദന്മാരെ പേടിച്ച് വാതിലടിച്ചിരിക്കുന്നതായുള്ള സ്ഥലത്തെത്തി തൻ്റെ ആണിപ്പാടുള്ള കരമൊക്കെ ഉയർത്തി അവരെ കാണിച്ച് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. എന്നിട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ചെയ്യുന്നത്, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞ് അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിനായിട്ട് ആവശ്യപ്പെട്ടു. ഇത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നതായിട്ടുള്ള ഒന്നാണ്. വിശുദ്ധ പൗലോസും ഇതിനോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് തൻ്റെ ലേഖനങ്ങളിലൂടെ പറയുന്നത്. എന്നാൽ വിശുദ്ധ ലൂക്കോസിൻ്റെ വേദഭാഗം നാം വായിക്കുന്ന അവസരത്തിൽ, പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ തുടർച്ചയായിട്ടാണ് അപ്പോസ്തല പ്രവൃത്തികളെ നാം കാണുന്നത്. അവിടെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് താൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നത് തൻ്റെ ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം
സ്വർഗാരോഹണം ചെയ്യുമ്പോൾ അവരോട് പറഞ്ഞു, ഞാൻ വാഗ്ദത്തം ചെയ്തതിനെ പ്രാപിക്കുവോളം കാത്തിരിക്കണം. അങ്ങനെ അവർ കാത്തിരിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ചെയ്തതായിട്ട് അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അവരാത്മാവിനാൽ ബലപ്പെട്ട് അവിടെ കൂടി വന്ന പെന്തക്കോസ്ത് നാളിൽ കൂടി വന്നതായുള്ള എല്ലാ ജനതയോടും അവരവർക്ക് മനസ്സിലാകുന്നതായുള്ള ഭാഷയിൽ, എന്ന് പറഞ്ഞാൽ മറുഭാഷയിൽ അവരോട് സംസാരിച്ചു എന്നത് നമ്മെ വായിക്കുന്നുണ്ട്. നൈസീൻ ക്രീഡ് നമുക്ക് ലഭ്യമായിട്ട് 1700 സംവത്സരങ്ങളായി. ആ കാലം മുതൽ സഭയിൽ എക്കാലവും ആരാധനയ്ക്ക് വരുന്നതായുള്ള ഏത് സാഹചര്യങ്ങളിലും നാം ആവർത്തിച്ച് ഒരുമിച്ച് ചൊല്ലുന്നതായുള്ള ഒന്നാണ് നിഖ്യാവിശ്വാസ പ്രമാണം എന്ന് പറയുന്നത്. ആ നിഖ്യാവിശ്വാസ പ്രമാണത്തിൽ അപ്പോൾ ദൈവം നൽകിയതായുള്ള പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഭാഗമാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 ആളത്തുമുള്ള സത്യ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് നാം പറയുന്നത്. അതുകൊണ്ട് പിതാവിനോടും പുത്രനോടും കൂടെ ആരാധിക്കപ്പെടുന്നതായുള്ള ഒന്നായിട്ടാണ് പരിശുദ്ധാത്മാവിനെ നാം അറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഓരോ സൃഷ്ടിയിലും എൻ്റെയും നിങ്ങളെയും ഒക്കെ ദൈവം സൃഷ്ടിച്ചതായുള്ള അവസരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആവാസമുണ്ട്. കന്യകമറിയാമിൽ, എലിസബത്തിൽ ഒക്കെ നമുക്കിത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വേദപുസ്തകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പരിശുദ്ധാത്മ പ്രവർത്തനങ്ങളെക്കുറിച്ച് അപ്രകാരം വായിച്ച് മനസ്സിലാക്കാനായിട്ട് ഇടയാവുന്നുണ്ട്. എന്നാൽ ഈ പരിശുദ്ധാത്മാവിനെ ഉദ്ദീപിപ്പിക്കുവാൻ തക്കവണ്ണം നമ്മൾ വീണ്ടും വീണ്ടും ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മദാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായുള്ള വിശ്വാസികളാണ്. നമ്മുടെ പരസ്യാരാധനാ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയുണ്ട്. വിശുദ്ധ കുർബാന ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയുണ്ട്. പട്ടംകൊട ശുശ്രൂഷയിൽ പരിശുദ്ധാത്മദാനത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയുണ്ട്. ഇതിനേക്കാളെല്ലാം ഉപരിയായി ഒരു പൈതലിനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം സമർപ്പിക്കുന്നതായുള്ള അവസരത്തിൽ ബാപ്റ്റിസം, അതിനെ തുടർന്ന് സഭയായിട്ട് നടത്തുന്ന ഒരു കൂദാശയാണ് കൺഫർമേഷൻ എന്ന് പറയുന്നത്. പരിശുദ്ധാത്മദാനത്തിന് വേണ്ടി സഭയായിട്ട് പ്രാർത്ഥിക്കുകയും ദൈവം പരിശുദ്ധാത്മാവിനെ പൈതലിനെ നൽകുന്നു എന്നുള്ളതിൻ്റെ സൂചകമായി വിശുദ്ധ മൂറൻ കൊണ്ട് നെറ്റിയിലും നെഞ്ചത്തും കൈകൾ രണ്ടിലും കാലുകൾ രണ്ടിലും കുരിശടയാളം വരച്ച് ആ പൈതൽ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടുന്നു എന്ന് നമ്മെ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ഇന്നിവിടെ ചേർന്ന് വന്നിരിക്കുന്ന എല്ലാ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് ഇനി പരിശുദ്ധാത്മാവിനെ മേടിക്കാനായിട്ടൊരു കടയിലും പോകരുത്. You cannot produce Holy Spirit. You cannot manipulate the Holy Spirit. You cannot even say that I have possession of the Holy Spirit. ഇതെല്ലാം ഏറെക്കുറെ ചില യാഥാർത്ഥ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നാം പരിശുദ്ധാത്മാവിനെ നിയോഗിക്കുകയല്ല. അതുകൊണ്ട് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കത്തില്ല. We can only listen to what the Holy Spirit is telling us, guiding us, directing us. ഞാൻ ഇന്ന രീതിയിലൊക്കെയാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് എനിക്ക് പരിശുദ്ധാത്മദാനമുണ്ട് എന്ന് പറഞ്ഞ് പൊസസ് ചെയ്യുന്നതിനായിട്ട് സാധിക്കത്തില്ല. Instead, you can be possessed by the Holy Spirit. അതുകൊണ്ടാണ് ഫിലിപ്പോസിനെ നിർജ്ജനമായുള്ള സ്ഥലത്തേക്ക് പരിശുദ്ധാത്മാവെ നയിച്ചു എന്നൊക്കെ നാം വേദപുസ്തകത്തിൽ അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുന്നത്.
ഈ പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തെക്കുറിച്ചാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ദൈവം നമുക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവിൻ്റെ ദാനം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് one talent or the other, പരിശുദ്ധാത്മ വരങ്ങളെക്കുറിച്ച് വേദപുസ്തകത്തിൽ നാം വായിക്കുന്നത്, one talent or the other, maybe multiple talents God has given to each one of us. അത് ദൈവനാമ മഹത്വത്തിനായി, ദൈവജനത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് വിനിയോഗിക്കാനായിട്ടാണ് ദൈവം നമ്മളിനെ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മ ഫലങ്ങൾ നമ്മൾ ഉളവാക്കണം എന്നത് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിലൂടെ ഇന്ന് നാം വായിച്ച കേൾക്കുകയുണ്ടായി. ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് എന്നാണ് പറയുന്നത്, നോട്ട് ഫ്രൂട്ട്സ് ഓഫ് ദ സ്പിരിറ്റ്, ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. അവിടെ പറയുന്നതായ എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. ഈ ഫലങ്ങളെല്ലാം നമുക്ക് നൽകിയിരിക്കുന്നത് ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി വിനിയോഗിക്കുവാൻ, അനേകരുടെ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കുവാൻ, തിരുസഭയുടെ കെട്ടുപണിക്ക് വേണ്ടി വിനിയോഗിക്കുവാൻ, ദൈവരാജ്യത്തിലെ വ്യാപനത്തിനായിട്ട് വിനിയോഗിക്കുവാൻ ഒക്കെ നൽകപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള സംഗതികളാണ്. കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്നതായുള്ള വേദഭാഗമാണ് ഇന്ന് വിശുദ്ധ എവൻഗേലിയനായിട്ട് വായിച്ച് കേട്ടത്. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നിന്നാണ് അത് വായിച്ചത്. അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നുണ്ട്, ആൻഡ് വെൻ ഹീ കംസ്, ആൻഡ് വെൻ ഹീ കംസ്. എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പറയാനായിട്ടിടയാവുന്നത്? താൻ ഈ ലോകത്തിൽ പൂജാതനായി തൻ്റെ ഈ ലോകത്തിലെ പരിശുശ്രൂഷയ്ക്ക് അനുഷ്ഠിച്ച് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനായിട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ താൻ വിളിച്ച് വേർതിരിച്ചതായ ശിഷ്യഗണങ്ങളോട് യേശു പറയുന്നതായിട്ടുള്ള വിടവാങ്ങൽ പ്രസംഗം നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ വായിച്ചെടുക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. 14, 15, 16 അധ്യായങ്ങളിലൂടെ. 17-ാം അധ്യായം എന്ന് പറയുന്നത് മഹാപുരോഹിത പ്രാർത്ഥനയാണ്. യേശു ക്രിസ്തു ഈ ലോകത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള മഹാപുരോഹിത പ്രാർത്ഥന. എന്തിനാണ് ഈ വിടവാങ്ങൽ പ്രസംഗത്തിലൂടെ ഈ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്നതിനായിട്ട് ശ്രമിക്കുന്നത്? കർത്താവ് പറയുകയാണ്, ഞാൻ പോകേണ്ടത് ആവശ്യം, ഞാൻ പോയാൽ നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് ഒരു കാര്യസ്ഥനെ ഞാൻ നൽകും. ഐ വിൽ സെൻഡ് യു എ കംഫർട്ടർ. ദി മിഡ്നൈറ്റ് ലൈബ്രറി എന്ന ഒരു ഗ്രന്ഥം 2020 പ്രസിദ്ധീകരിച്ചു. ന്യൂയോർക്ക് ടൈംസിൻ്റെ ബെസ്റ്റ് സെല്ലറായിട്ട് അറിയപ്പെട്ടതായുള്ളൊരു പുസ്തകമാണ് ദി മിഡ്നൈറ്റ് ലൈബ്രറി. 40-ലധികം ഭാഷകളിലേക്കാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ അത്രയും പോപ്പുലറായി, എല്ലാവർക്കും വായിക്കാനായിട്ടുള്ള താല്പര്യമുണ്ടായി. അത് അങ്ങനെ ഭാഷാന്തരം ചെയ്ത് നൽകുകയുണ്ടായി. ഇതിൻ്റെ ഓഥർ എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷുകാരനായിട്ടുള്ള മാത്ത് ഹൈഗു ആണ്. ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത് ഒരു 36-കാരിയായിട്ടുള്ള നോറ സീഡ് എന്ന് പറയുന്നതായുള്ള വ്യക്തിയെക്കുറിച്ചാണ്. 36 വയസ്സുള്ള ഒരു വനിതയെക്കുറിച്ചാണ്. ഈ വനിത കൗമാരപ്രായത്തിലേക്ക് പ്രവേശിക്കുന്ന അവസരത്തിൽ അവളുടെ അപ്പൻ മരിക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവളുടെ അമ്മയും മരിക്കുന്നു. അപ്പോൾ അപ്പനും അമ്മയും കൂടാതെ ജീവിക്കേണ്ടി വന്നതായുള്ളൊരു സാഹചര്യത്തിലേക്ക് അവൾ വീഴ്ത്തപ്പെട്ടു. Well, she started living, though it was very competitive, very challenging.
കൗമാര പ്രായത്തിലുള്ള നമ്മളുടെ യുവജനങ്ങളെയൊക്കെ വീക്ഷിച്ചാൽ അറിയാം, അവർക്ക് പെറ്റിനെ വളർത്തുന്നതിനായിട്ട് താല്പര്യമുണ്ട്. പെറ്റ് ഡോഗ്, ക്യാറ്റ്, ബേഡ്സ്, എന്തിനേലും ഒന്ന് വാങ്ങിച്ച് വളർത്തുവാനായിട്ടൊരു താല്പര്യം അവർക്കുണ്ട്. നല്ലതാണെന്ന് ഞാൻ പറയും. അങ്ങനെ ഈ പെൺകുട്ടി വളർത്തിയതായുള്ള പൂച്ച അതും ചത്തു. അവൾ ഒരു 20s പ്രവേശിച്ചതായുള്ള അവസരത്തിൽ തനിക്കൊരു വിവാഹ ജീവിതം കഴിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ച് താൻ കണ്ടുപിടിച്ചതായിട്ടുള്ള കാമുകൻ തൻ്റെ ജീവിതത്തിലെ ഉയർച്ചയും താഴ്ചയും ഒക്കെ മനസ്സിലാക്കിയതായിട്ടുള്ള അവസരത്തിൽ ഈ കല്യാണം ഭംഗിയായിട്ട് നടക്കുകയില്ല എന്ന് മനസ്സിലാക്കി സെപ്പറേറ്റഡായി. സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് പരിചയമുള്ള സംഗതിയാണ്. സോഷ്യൽ മീഡിയയിലൂടെ താൻ മരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് പറഞ്ഞതിന് ശേഷം ജീവൻ ഒടുക്കുന്നതിനായിട്ട് താല്പര്യപ്പെടുകയും ചെയ്തു. She tried, but she couldn't succeed. അപ്പോൾ അവളെ ആശുപത്രിയിലാക്കേണ്ടതായിട്ട് വന്നു. അബോധാവസ്ഥയിൽ ആശുപത്രിയിലാക്കപ്പെട്ടതായിട്ടുള്ള അവൾ ഒരു സുബോധത്തിലേക്ക് വരുന്നതായിട്ടുള്ള അവസരത്തിൽ ഈ മിഡ് നൈറ്റ് ലൈബ്രറിയിലേക്ക് പ്രവേശിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ലൈബ്രറി. എന്താ അവിടെ ലൈബ്രറിയുടെ പ്രത്യേകത? ആ ലൈബ്രറിയുടെ പ്രത്യേകത വാച്ചിൽ സമയം മുമ്പോട്ട് പോകുകയില്ല, സ്റ്റില്ലായിരിക്കും. അപ്പോൾ അനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും മിഡ് നൈറ്റാണ്. ഇനി അത് നേരം വെളുക്കുകയല്ല, മിഡ് നൈറ്റാണ് ഓൾ ത്രൂ. ഈ ഗ്രന്ഥശാലയുടെ ലൈബ്രറിയനായിട്ടുള്ള മിസ്സസ് എൽമ അവൾക്ക് വായിക്കുന്നതിനായിട്ടൊരു പുസ്തകം കൊടുക്കുന്നു. അവളത് വായിച്ചപ്പോൾ തൻ്റെ ജീവിതത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് എന്ന് അവൾക്ക് തോന്നി. മറ്റ് പുസ്തകങ്ങൾ വായിക്കുവാനുള്ള താല്പര്യം അവളുണ്ടായി. അങ്ങനെ ഓരോരോ പുസ്തകങ്ങൾ കൊടുക്കുന്നു, വായിക്കുന്നു. അവിടെയെല്ലാം തൻ്റെ ജീവിതത്തെ കണ്ടെത്തുന്നു. എനിക്കും അങ്ങനെയൊക്കെ ആയിത്തീർന്നാൽ കൊള്ളാം എന്നുള്ളതായിട്ടുള്ള ആഗ്രഹങ്ങളാണ്. മനസ്സിൻ്റെ ആസ്പിറേഷൻസ്, ഡ്രീംസ്, ഇതെല്ലാം അവളുടെ ചിന്തയിൽ കൂടെ കടന്നു പോവുകയാണ്. എന്നാൽ അവൾ അവസാനം വായിച്ച സന്തോഷകരമായിട്ടുള്ളൊരു കുടുംബജീവിതം നയിക്കുന്നതായിട്ടുള്ളൊരു ഫാമിലിയെക്കുറിച്ചാണ്. വീണ്ടും വായിക്കുന്നതിനായിട്ടുള്ള താല്പര്യത്തിൽ ഈ മിസ്സസ് എൽമ ലൈബ്രറിയൻ്റെ അടുത്ത് ചെല്ലുന്ന അവസരത്തിൽ പെട്ടെന്ന് തീ വന്ന് ആ ലൈബ്രറി നശിച്ചു പോകുന്നു. പുസ്തകങ്ങളെല്ലാം കത്തിപ്പോകുന്നു. കഥ പറയുന്നത്, ഇത് കഥയാണ്. കഥ പറയുന്നത് അവളെ അപ്പോൾ ഉറക്കമുണർന്നു. ഉറക്കമുണർന്നതായിട്ടുള്ള അവസരത്തിൽ തൻ്റെ മനസ്സിലൂടെ കടന്നുപോയതായുള്ള ചിന്തകളൊക്കെ വീണ്ടും ഒന്ന് കാണുന്നതിനായിട്ട്, അവലോകനം ചെയ്യുന്നതിനായിട്ട് അവൾ ശ്രമിക്കുകയാണ്. തൽഫലമായിട്ട് ജീവിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടായി. തൻ്റെ സഹോദരനോട് വിദ്വേഷം പുലർത്തി അകന്നു നിന്നതായുള്ള സാഹചര്യത്തിൽ നിന്ന് അദ്ദേഹത്തോടെ സ്നേഹബന്ധത്തിൽ പുലരുന്നതിനായിട്ടുള്ള താല്പര്യം അവൾക്കുണ്ടായി. തനിക്ക് നഷ്ടമായതൊക്കെ വീണ്ടെടുക്കുവാനായിട്ട് കഴിയുമല്ലോ എന്നുള്ളതായുള്ള ചിന്തയുണ്ടായി. അനുഗ്രഹീതമായുള്ള കുടുംബജീവിതം നയിക്കുവാനായിട്ട് കഴിയുമല്ലോ എന്നുള്ളതായുള്ള ചിന്തയും അവളെ ഭരിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ചിന്തയോടുകൂടി ആ നോവൽ അവസാനിക്കുകയാണ്. അങ്ങനെയാണ് ഈ മിഡ് നൈറ്റ് ലൈബ്രറി എന്നുള്ള ഗ്രന്ഥം പറയുന്നതിനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇത് കേട്ടുകൊണ്ടിരുന്നതായുള്ള പ്രിയ സ്നേഹിതരെ, നമ്മളുടെ ജീവിതത്തിൽ നാം എത്ര പ്രാവശ്യം എൻ്റെ ഈ ജീവിതം ഒന്ന് മാറിക്കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്? A different life, different lifestyle, a different situation, a different environment.
ഇന്ന് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ചിന്തിക്കുന്നതായുള്ള അവസ്ഥയാണ്. ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ ഒന്നുമില്ലായ്മയിൽ നമ്മെ ഓരോരുത്തരെയും മെനെടുത്ത് ഉണ്മയിലേക്ക് വരുത്തിയതായിട്ടുള്ള അവസരത്തിൽ He has a design for us, for each one of us. To discern that design and to live according to God's purpose and will. അതാണ് ജീവിതത്തിൽ കരണീയമായിട്ടുള്ളത്, ആവശ്യമായിരിക്കുന്നത്. ജീവിതം മാറ്റിക്കിട്ടുക എന്നുള്ളതല്ല, വേറൊരു ജീവിതത്തിലേക്ക് പോവുക എന്നുള്ളതല്ല. പിന്നെയോ ദൈവം നൽകിയിരിക്കുന്നതായുള്ള ഈ ജീവിതത്തെ എങ്ങനെ ദൈവത്തോട് ചേർന്ന് അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കുവാൻ കഴിയും എന്നത് കണ്ടെത്തുക എന്നതാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. എല്ലാ ജീവിതത്തിലും താളപ്പിഴകളുണ്ടാകാം. അതില്ലാത്തതായിട്ടുള്ള ആരുടെയും ജീവിതം ഇവിടെയില്ല. താളപ്പിഴകളുണ്ടാകാം. സഹനത്തിൻ്റെതായുള്ള വേദികൾ ധാരാളമായിട്ടുണ്ടാകാം. ഹൗ മച്ച് ലോഡ് എന്ന് ചോദിക്കുന്നതായുള്ള ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടായി എന്ന് വന്നേക്കാം. എന്നാൽ ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഞാൻ യഹോവയിൽ സന്തോഷിച്ച് ഉല്ലസിക്കും എന്നെ പറയുവാൻ തക്കവണ്ണം സങ്കീർത്തനക്കാരനോട് കൂടി നമുക്ക് സാധ്യമായിട്ട് തീരണം. 118 സങ്കീർത്തനം 24 വാക്യമാണ്. ഇത് കർത്താവ് ഉണ്ടാക്കിയതായുള്ള ദിവസം. ഇന്ന് നമുക്ക് സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതായുള്ളൊരു ദൃഷ്ടാന്തത്തിൽ നമ്മൾ പ്രോഡിഗൽ സൺ എന്നൊക്കെ പറയല്ലേ, അവനെക്കുറിച്ച് വായിക്കുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 17-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവന് സുബോധം വന്നു. അവന് സുബോധം വന്നു. നമുക്ക് നഷ്ടമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ച് വിലപിക്കുന്നവരായി, വ്യസനിക്കുന്നവരായി, പരാതിപ്പെടുന്നവരായിട്ട് നാം കാണുന്നതായിട്ടുള്ള അവസരത്തിൽ ദൈവം നമ്മോട് പറയുന്നത്, ദിസ് ഈസ് ദ ലൈഫ് ഐ ഹാവ് ഡിസൈൻ ഫോർ യു. ദിസ് ഈസ് ദ ലൈഫ് ഐ ഹാവ് ഡിസൈൻ ഫോർ യു. അത് സ്വീകരിക്കുവാനായിട്ട് മനസ്സിൽക്കുണ്ടാകുമോ എന്നതാണ് പ്രധാനമായിട്ട് ചോദിക്കേണ്ടതായിട്ടുള്ള ആവശ്യകത. നമ്മളുടെ ബോധ്യത്തെ എടുത്തു കളയുന്നതായിട്ടുള്ളൊന്നല്ല പരിശുദ്ധാത്മാവ്. പിന്നെ നമ്മളുടെ ബോധ്യത്തെ കൂടുതൽ ഷാർപ്പൻ ചെയ്യുന്നതായിട്ടുള്ളൊന്നാണ് പരിശുദ്ധാത്മാവ്. കുട്ടികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നതായുള്ള അവസരത്തിൽ പ്രാർത്ഥനയിൽ പറയുന്നതായുള്ള ഒരു കാര്യമുണ്ട്. ദ ക്രിയേറ്റർ ഗോഡ് ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ യുവർ ലൈഫ്സ്. 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ, 12ാം ഗ്രേഡിൽ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ, കോളേജിൽ പോകുമ്പോൾ, നീറ്റ് പരീക്ഷ എഴുതാൻ പോകുമ്പോഴൊക്കെ വലിയ പ്രാർത്ഥിക്കാനുള്ള തീക്ഷ്ണതയാണ് നൽകുന്നതായുള്ള അഷ്വറൻസ്. ഇതാണ്, ദ ക്രിയേറ്റർ ഗോഡ് ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ യുവർ ലൈഫ്സ്. ദ ക്രിയേറ്റർ ഗോഡ് ഈസ് ഇൻട്രസ്റ്റഡ്. ദൈവത്തിന് നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊരു ആഗ്രഹവും ഉദ്ദേശമുണ്ട് എന്നത് മനസ്സിലാക്കാനായിട്ട് കഴിയുമ്പോൾ ദൈവകരങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്കുന്നതിനായിട്ട് സാധിക്കുമോ? ഇവിടെ കർത്താവ് പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ അവൻ നിങ്ങൾക്ക് പാപബോധം വരുത്തും, നീതിയെക്കുറിച്ചുള്ള ബോധ്യം വരുത്തും, ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യം വരുത്തും. ഇന്ന് പരിസ്ഥിതി ദിനവും കൂടിയാണ് എന്നത് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. എൻവയൺമെൻറ്റ് ഡേ. ദൈവം നമ്മെ ഈ പ്ലാനറ്റ് എർത്തിൽ ആക്കിയിരിക്കുമ്പോൾ എല്ലാം മനോഹരമെന്ന് ദൈവം കണ്ടതായിട്ടുള്ള സാഹചര്യത്തിൽ അതിനെ മനോഹരമായി നിർത്തുവാനായിട്ടുള്ള ഉത്തരവാദിത്വം ദൈവം നമ്മെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകും. എവറിത്തിങ് ബിലോങ്സ് ടു ഗാഡ്. അപ്പോൾ ദൈവഹിത പ്രകാരം ഈ പ്രപഞ്ചത്തെ ആക്കി തീർക്കുന്ന ഒരു പ്രക്രിയയിലേക്കാണ് ദൈവം നമ്മെ നിയോഗിച്ചിരിക്കുന്നത്. എങ്കിൽ ഇനിയും പറയുന്നത് ശ്രദ്ധിക്കണം, ഡോണ്ട് എക്സ്പ്ലോയിറ്റ് വാട്ട് ഗോഡ് ഹാസ് ഗിവൻ.
എല്ലാ വിവാഹ ശുശ്രൂഷയിലും, അന്നേരം കേൾക്കില്ലല്ലോ, അതുകൊണ്ട് ഞാനിപ്പോൾ പറയാം, എല്ലാ വിവാഹ ശുശ്രൂഷയിലും പറയുന്നതായൊരു സംഗതിയുണ്ട്. നിങ്ങളുടെ അധ്വാനം കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായുള്ള സമ്പാദ്യം, we are all conscious about it. Whatever we get, whatever profit we have, whatever bank balance we have, we are all conscious about it. ഇത് നിങ്ങളുടേതല്ല, ഇത് ദൈവത്തിൻ്റേതാണ്. വെരി ഡിഫിക്കൽട്ട് ഫോർ us to understand. ഇത് നിങ്ങളുടേതല്ല, ഇത് ദൈവത്തിൻ്റേത്. ദൈവം നിങ്ങൾക്ക് തന്നതാണ്. യു ആർ ഓൺലി സ്റ്റുവേർഡ്സ്, കാര്യവിചാരകരാണ്. അപ്പോൾ ഈ ലഭിച്ചിരിക്കുന്നതെല്ലാം ദൈവഹിതപ്രകാരം വിനിയോഗിക്കുവാൻ നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ളതിനെ മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട്, ഉപകാരത്തിനായിട്ട് വിനിയോഗിപ്പാനിടയായിട്ട് തീരണം. ഒരു ചോദ്യം നമുക്ക് ദൈവസന്നിധിയിൽ ശാന്തമായിട്ട് ചോദിക്കാം. ആർ വി കോൺഷ്യസ് അബൌട്ട് ദ നീഡ്സ് ഓഫ് അതർ പീപ്പിൾ? വി ആർ കോൺഷ്യസ് അബൌട്ട് അവർ നീഡ്സ്. ആർ വി കോൺഷ്യസ് അബൌട്ട് ദ നീഡ്സ് ഓഫ് ദി അതർ പീപ്പിൾ? വളരെ ശ്രദ്ധയോടുകൂടി കേട്ടുകൊണ്ടിരിക്കുന്നതായുള്ള വനിതകൾ, സ്ത്രീകൾ ഇവിടെയുണ്ട്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ പ്രൊസസ് ചെയ്യുന്നതായുള്ള സാരികളുമൊക്കെ ഉണ്ടല്ലോ, ഡ്രസ്സ്, സാരി മാത്രമല്ല മറ്റെല്ലാം ഡ്രസ്സൊക്കെ, നിങ്ങൾ മരിച്ചതിന് ശേഷം ആർക്കെങ്കിലും വിതരണം ചെയ്യുക എന്നുള്ളതല്ല. പരിശുദ്ധാത്മാ ബോധ്യം വരുത്തുന്നുണ്ടെങ്കിൽ ജീവനോടിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ ആവശ്യത്തെ കണ്ട് നൽകുന്നതിനായിട്ട് സാധിക്കണം. ഞാനിപ്പോൾ അവരോടാണ് പറഞ്ഞത്, ഇതുപോലെ നിങ്ങളുടെ ഭാഗത്ത്. രണ്ട് സുഹൃത്തുക്കളെക്കുറിച്ച് ഞാൻ അടുത്ത സമയത്ത് വായിക്കുകയുണ്ടായി. രാജു ആൻഡ് പ്രദീപ് എന്ന പേരെന്ന് എൻ്റെ ഓർമ്മ. അതിൽ രാജു ഒരു ദരിദ്ര കുടുംബത്തിൽപ്പെട്ടതായിട്ടുള്ള ആളാണ്. പ്രദീപ് ഒരു ധനിക കുടുംബത്തിൽപ്പെട്ടതായിട്ടുള്ള ആളാണ്. രാജുവിൻ്റെ അപ്പൻ കൂലിവേലയ്ക്ക് പോയാണ് വല്ലതുമൊക്കെ കിട്ടുന്നത്. അതുകൊണ്ട് തികയത്തില്ല എന്നുള്ളതുകൊണ്ട് അമ്മ പല വീടുകളിൽ പാത്രം കഴുകുന്നതിനായിട്ടൊക്കെ പോയി അങ്ങനെ കിട്ടുന്നതായുള്ള പണം കൊണ്ടാണ് ആ കുടുംബം ജീവിക്കുന്നത്. എന്നാൽ ഈ രണ്ട് കുട്ടികളും ഒരു സ്കൂളിലും ഒരു ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. പുതിയ വർഷത്തിൻ്റെ ആരംഭത്തിൽ, വിദ്യാരംഭത്തിൽ, പ്രദീപിൻ്റെ എന്ന് പറഞ്ഞാൽ സമ്പത്തുള്ള ആളുടെ വീട്ടിലെ കുഞ്ഞ്, പ്രദീപിൻ്റെ അമ്മ പ്രദീപ് ഉപയോഗിച്ചിരുന്ന നല്ല വസ്ത്രം അലക്കി തേച്ച് രാജുവിന് കൊടുക്കുവാനായിട്ട് താല്പര്യപ്പെട്ടു. രാജുവിനത് ഇഷ്ടമായില്ല. എന്താ കാരണം? അതിട്ടുകൊണ്ട് പോയാൽ ഉടനെ മറ്റുള്ളവർക്കറിയാം ഇത് പ്രദീപിൻ്റെ ഉടുപ്പാണ്, അതുകൊണ്ട് എനിക്ക് അത് വേണ്ട. പ്രദീപിൻ്റെ അപ്പന് കാര്യം മനസ്സിലായി. പ്രദീപിൻ്റെ അപ്പന് രാജുവിൻ്റെ കാര്യം മനസ്സിലായി. ശ്രദ്ധിച്ച് കേൾക്കണം. പ്രദീപിൻ്റെ അപ്പന് രാജുവിൻ്റെ പ്രശ്നം മനസ്സിലായി. അയാൾ പോയി ഈ രാജുവിന് ഒരു നല്ല വസ്ത്രം തയ്പ്പിച്ച് കൊടുത്തു. Now the question is, who can do this? Who can do this? മഹാമനസ്കരായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ തങ്ങളെക്കാൾ വലിയ ആവശ്യമാണ് മറ്റുള്ളവരുടെ ആവശ്യമെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. നിങ്ങൾ വായിച്ചിട്ടില്ലേ, മദർ തെരേസ പറഞ്ഞിട്ടുണ്ട്, ദ പുവർ ആർ ബ്യൂട്ടിഫുൾ. നോബൽ ലൊറേറ്റ് ആയിട്ടുള്ള ബംഗ്ലാദേശുകാരൻ പറഞ്ഞിട്ടുണ്ട്, പോവേർട്ടി is not created by the poor. Poverty is not created by the poor. Who created it? We all are the people who created it.
And therefore some are rich, some are poor. ഈ ഡിസ്പാരിറ്റി ഇന്നും നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധാത്മദാനത്തിന് വേണ്ടി ഇന്നും പ്രാർത്ഥിക്കേണ്ടതായുള്ള ആവശ്യകത. ഞങ്ങളെ പാപബോധമുള്ളവരാക്കി തീർക്കണമേ, നീതിയുള്ളവരാക്കി തീർക്കണമേ, സകല സത്യത്തിലേക്കും വഴി നടത്തണമേ. ഇത് ദൈവസ്ഥാനിൽ പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ആവശ്യം അതുകൊണ്ടാണ് എന്നത് ഞാൻ ഈ അവസരം ഓർമ്മിപ്പിക്കട്ടെ. The renewal of our vision is what is necessary. The renewal of our vision. കാൾ ബാർത്ത് എന്ന് പറയുന്നതായുള്ളൊരു ദൈവശാസ്ത്രജ്ഞൻ, ചുമാരൊക്കെ പ്രസംഗിക്കുമ്പോൾ ചിലപ്പോൾ കേട്ടുവാണ് ആ പേരൊക്കെ. കാൾ ബാർത്ത് ഇതൊരു ദൈവശാസ്ത്രജ്ഞനായിരുന്നു, ചരിത്രപരമായിട്ട് അറിയപ്പെട്ടതായിട്ടുള്ളൊരു തിയോളജിയനാണ്. He said, ഒരു കയ്യിൽ വേദപുസ്തകവും മറു കയ്യിൽ ദിനപത്രവും വെച്ച് വേണം പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി വായിക്കുവാനായിട്ട്. Read your Bible every day. Also read the newspaper. And then relate what you have read in the Word of God to what is happening in the contemporary world with the help of the Holy Spirit. എത്ര കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നത്. നമ്മൾ പറയുന്നത് സത്യാനന്തര ലോകം എന്ന് വരെ ഇന്നിപ്പോൾ പറയുന്നുണ്ട്. അനീതി നിറഞ്ഞതായിട്ടുള്ള സാഹചര്യമാണെന്ന് പറയുന്നുണ്ട്, ഞങ്ങളെക്കുറിച്ച് പോലും പറയുന്നുണ്ട്. ഇവിടെയെല്ലാം ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവെന്ന നിറവിൽ ഓരോ കാര്യങ്ങൾ നിർവഹിപ്പാണ്ട് കൊണ്ടിടയാവുക എന്നതാണ്. ഇത് കേൾക്കുന്നതായുള്ള നിങ്ങളോട് ഓരോരുത്തരോടും അപ്രകാരം പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവ് നിറവുള്ളവരായി, പാപബോധ്യമുള്ളവരായി, നീതിയെക്കുറിച്ച് ബോധ്യമുള്ളവരായി, ന്യായവിധിയെക്കുറിച്ച് ബോധ്യമുള്ളവരായൊക്കെ ജീവിക്കണം എന്നത് ഞാൻ പറയുകയും ചെയ്യുന്നതായുള്ള അവസരത്തിൽ ഡു പ്രേ ഫോർ us also. ഡു പ്രേ ഫോർ us also. ഈ പാപബോധം ഞങ്ങൾക്കുണ്ടാവണം, നീതിയെക്കുറിച്ചുള്ള ബോധം ഞങ്ങൾക്കുണ്ടാവണം, ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ടാവണം. പ്രേ ഫോർ us. ഒന്നും രഹസ്യത്തിൽ നാം ചെയ്യുന്നതായുള്ള പ്രക്രിയയുള്ള ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്നത്, പട്ടം കൂടെ ശുശ്രൂഷയാണേലും ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് ആളുകളെ നിയോഗിക്കുന്നതായുള്ള സമയത്തൊക്കെ ആണെങ്കിലും we all assemble together and we pray together for the blessing of the Holy Spirit. ഈ പരിശുദ്ധാത്മ നിറവിലുള്ള ഒരു റിന്യൂവലാണ് എന്നിലും നമ്മിലും നമ്മളെല്ലാവരിലും കാണപ്പെടുവാൻ്റെ കൊണ്ട് സാധ്യമായിട്ട് തീരേണ്ടത്. ഒരു പാരിഷ് എന്ന് പറയുന്നതായുള്ള അവസരത്തിൽ പാരിഷ് ഈസ് നോട്ട് സിംപ്ലി എ ബിൽഡിംഗ്. ഈ എഡിഫിസൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. ഇതൊരു കാലത്തെ ചെയ്തു തീർക്കുവാൻ ദൈവം നമ്മെ ശക്തീകരിച്ചുവല്ലോ എന്ന് പറയുന്ന ദൈവം സ്തോത്രം പറയുകയും ചെയ്യും. വെരി ഗുഡ്. ബട്ട് ദെൻ റിമെമ്പർ ദാറ്റ് ദിസ് ഈസ് ഓൺലി എ structure to hold all of us as an inclusive community, as a community altogether, and then to come and pray for the indwelling of the Holy Spirit. പരിശുദ്ധാത്മദാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായിട്ട് നാം ചേർന്ന് വരുന്നതായിട്ടുള്ള സ്ഥലമാണ്. ആ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഈ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ദൈനംദിനമുള്ള നമ്മളുടെ വ്യാപാരങ്ങളിൽ, നമ്മളുടെ ജീവിതത്തിൻ്റെ ക്രമങ്ങളിൽ അവിടെ പരിശുദ്ധാത്മാവിനോടുകൂടി ജീവിക്കുവാനായിട്ട് ദൈവം നമ്മെ നിയോഗിക്കുന്നതായുള്ള ഒരു സ്ഥലമാണ് ചർച്ച് എന്ന് പറയുന്നത്. And therefore, every parish is to be a movement of grace and justice. കരുണ കാട്ടുന്നതായിട്ടുള്ള ആളുകളുടെ ഒരു സമൂഹമായി, നീതി പുലർത്തുന്നതായുള്ള സമൂഹമായി തീരുവാൻ്റെ കൊണ്ട് നമുക്ക് ഇടയാകണം. We are a community, worshipping community, faith community. ഇതൊക്കെ പറയുന്നതിനായിട്ട് നമുക്ക് സാധിക്കും. And as a community when we gather together, അങ്ങനെ ആയിരിക്കണം. അതുകൊണ്ടാണ് നാം ഒരുമിച്ച് ചേർന്ന് വരുന്നത്. And when we gather together, learn from one another.
ഇന്നെങ്കിലും ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഈ ദേവാലയത്തിൽ നിന്ന് ശാന്തമായി മനസ്സ് ദൈവസന്നിധിയിലേക്ക് ഉയർത്തിച്ചേക്കണം. ദൈവമേ, ഇന്ന് എന്നെ പഠിപ്പിച്ച പുതിയ കാര്യം എന്താണ്? വാട്ട് ഈസ് എ ന്യൂ തിങ് ദാറ്റ് യു ഹാവ് ടോട്ട് മീ ടുഡേ? ഒരിക്കലൊരുത്ത ബുദ്ധിമാനായിട്ടുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. സമയം പോകുന്നു എന്നുള്ളത് എനിക്കറിയാം, സോറി അബൌട്ട്. ബുദ്ധിമാനായിട്ടുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ ഒരു പുഴയുടെ തീരത്തൊക്കെ നിൽക്കുന്ന അവസരത്തിൽ അതിൽ കൂടെ ഈ ഒഴുകി വരുന്നതായുള്ളൊരു കുടം കണ്ടു. അത് താൻ എടുത്തു. അതെടുത്തപ്പോൾ ഒരു അശരീരി, ഈ ലോകത്തിലെ എല്ലാ വിസ്ഡവും ഇതിനകത്തുണ്ട്. സോ ഹി തോട്ട് ഐ ഷുഡ് പൊസസ് ഇറ്റ്. ആർക്കും എടുക്കാൻ പാടില്ലാതെ ഒരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കണം. അതുകൊണ്ട് അദ്ദേഹം ഒരു വലിയ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ചെന്ന് അത് നെഞ്ചത്തോട് വെച്ച് കെട്ടി കയറുന്നതിനായിട്ട് ശ്രമിക്കുകയാണ്. ആൻഡ് ഹീ കുഡ്ന്റ് ഡു ഇറ്റ്. അപ്പോൾ അതിലെ പോയതായിട്ടുള്ള ഒരു ബാലൻ പറഞ്ഞു, നിങ്ങളെന്തൊരു മണ്ടത്തരാണ് കാണിക്കുന്നത്? നിങ്ങളുടെ കയ്യിലുള്ള ഈ കുടം അങ്ങ് പുറകിൽ വെച്ച് കെട്ടിയിട്ട് കയറരുതോ? മുമ്പ് വെച്ച് കെട്ടാൻ നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് സാധിക്കാത്തത്, പൊട്ടിപ്പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് ഭയമാണ്, കയറുന്നില്ല. നിങ്ങൾക്ക് കയറാം, പുറകോട്ട് വെച്ച് കയറ്. ഹി കുഡ് ഡു ദാറ്റ്. അപ്പോൾ ആ മനുഷ്യൻ ചിന്തിച്ചു, ഈ എനിക്കില്ലാത്തതായുള്ള ബുദ്ധി അങ്ങനെ അവനുണ്ടായത്. ദിസ് ഈസ് അവർ പ്രോബ്ലം, കോംപ്ലക്സസ്. എനിക്കില്ലാത്ത ബുദ്ധി അങ്ങനെ അവനുണ്ടായത്. അതുകൊണ്ടാണ് പ്രിയരെ ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരുമിച്ച് ചേർന്ന് വരുന്നത് എല്ലാ ദിവസത്തിൽ വി നീഡ് ടു ലേൺ ഫ്രം ഈച്ച് അതർ. വി നീഡ് ടു ലേൺ ഫ്രം ഈച്ച് അതർ. ഈ പഠിക്കുക എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങളെല്ലാം ഉറക്കെ സംസാരിക്കുക എന്നുള്ളതല്ല. മറ്റുള്ളവരെക്കുറിച്ചൊക്കെ ആവശ്യമില്ലാത്തൊക്കെ പറയുക എന്നുള്ളതല്ല. പിന്നെയോ, ലേൺ സംതിങ് ന്യൂ വിച്ച് ദ ഹോളി സ്പിരിറ്റ് ഈസ് ഇംപാർട്ടിങ് ടു അസ്. ധന്യരായി തീരുവാൻ്റെ കൊണ്ടിടയായിട്ട് തീരുന്നത് അപ്രകാരമാണ്. നമ്മളെല്ലാം ഓരോ ജനറേഷനിലൂടെ കടന്നു പോകുന്നതായിട്ടുള്ള ആളുകളാണ്. ഇത് ഞാൻ ഓർത്തു, നിങ്ങളുടെ വികാരിയച്ഛൻ പറഞ്ഞപ്പോൾ ക്രിസ്തോസ്റ്റം തിരുമേനിയോടനുബന്ധിച്ചാണ് ഞാനിവിടെ വന്നതെന്ന്. അന്ന് ഞാനിവിടുത്തെ ഡയസൻ ബിഷപ്പാണ്, ക്രിസ്തോസ് തിരുമേനി മെത്രാപ്പോലത്തെയാണ്. ഇന്ന് നിങ്ങളുടെ മധ്യത്തിൽ ഞാനൊരു മെത്രാപ്പോലത്തെയായിട്ടാണ് വന്നേക്കുന്നത്. ജനറേഷൻസ് ആഫ്റ്റർ ജനറേഷൻസ്. ഇവിടെ ഇരുന്ന എത്രയോ ആൾക്കാർ, അല്ലെങ്കിൽ ഈ പള്ളി പണിതാളിൽ എത്രയോ ആൾക്കാർ ഈ ലോകത്തു നിന്ന് കടന്നുപോയി. ദ ഹോൾ തിങ് ഈസ് ഗിവൻ ടു അസ്. ആൻഡ് ദിസ് ഈസ് നോട്ട് അവർ പൊസഷൻ. വി ആർ ഗോയിങ് ടു ഇംപാർട്ട് ഇറ്റ് ടു ദ ചിൽഡ്രൻ കമ്മിങ് ആഫ്റ്റർ അസ്. എല്ലാവരും നന്ദി പ്രകടിപ്പിക്കേണ്ടത് ആവശ്യമാണ്, കൃതജ്ഞതയുള്ളവരായിത്തീരേണ്ടത് ആവശ്യമാണ്. അറ്റ് ദ സെയിം ടൈം റിമെമ്പർ ദാറ്റ് we have certain things to do in this world. അതിനാ ദൈവം നമ്മെ ഈ ലോകത്തിലാക്കിയിരിക്കുന്നത്. We should all be proud that we are members of the Mahatma Church. Why? Because we are a reformed community rooted in the Bible and at the same time proclaiming the good news to all the nations. Proclaim the good news to all the nations. അതുകൊണ്ടാണ് ഇതേത് സഭയിലുണ്ട്. Read the Bible every day. Understand the world in which God has planted us. പരിസ്ഥിതിയെക്കുറിച്ചുള്ള ബോധ്യമൊക്കെ അവിടെയാണ് വരേണ്ടത്. And then always praise God for the manner in which God is leading us. ഇന്ന് യോവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നൊക്കെ വായിക്കുകയുണ്ടായി, എല്ലാ ജാതികളുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരുമെന്നാണ് പറയുന്നത്. ഇത് വലിയ പ്രയാസമാണ് നമുക്ക് മനസ്സിലാക്കാൻ. കാരണം എന്താണെന്നറിയാമോ? നമ്മളൊരു സിറിയൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. ആ കാസ്റ്റ് സ്ട്രക്ചർ നമ്മുടെ ബോധത്തിലുണ്ട്. വി കനോട്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഈസ് ഗിവൺ ടു എ തമിലിയൻ,
a Kannadiga, a Telugu, are we able to understand this? എല്ലാ ജാതികളും മേലും എന്ന് പറഞ്ഞാൽ നേഷൻസ് എന്നാണ് എൻ്റെ അർത്ഥം. I will pour my spirit upon all the nations. People together, that's one nation, people together. And I will impart my spirit to all the nations. ഇത് ദൈവത്തിൻ്റെ ലോകമാണ്. ഈ ലോകത്തിൽ ജീവിക്കാനായിട്ടാണ് ദൈവം നമ്മെ അനുവദിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ ഈ ലോകത്തിൽ കണ്ട് മനസ്സിലാക്കി ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിൽ തൽപരരായിട്ട് ജീവിപ്പാൻ നമ്മെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. ആൻഡ് വെൻ ഹി കംസ്, ആര്? പരിശുദ്ധാത്മാവ്. God has gifted us with the gift of the Holy Spirit. And that gift is given to us to understand what is godly. Again, to understand that God has loved this world. Also to realize that we are on a pilgrimage to the presence of God, where there will be judgment. എന്നാ ചെയ്തു എന്ന് ചോദിക്കുന്നതായൊരവസ്ഥയാണ്. കർത്താവേ, നിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ട് അനുഗ്രഹീതമായുള്ള വിശ്വാസ ജീവിതം നയിക്കുവാൻ ബലഹീനരാണ് ഞങ്ങളെ നീ പ്രാപ്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കും.